ഇപ്പോൾ ന്യൂസ് ഡെസ്കിലേക്ക് ഒന്ന് പോകുന്നതോടൊന്നും ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, അല്പസമയത്തിനകം ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനം തുടങ്ങും. അതിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. സേനാ വിഭാഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ ഈ ആക്രമണവും പ്രത്യാക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല, അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അതെന്ത് എന്നൊക്കെ വളരെ വിശദമായി ജനങ്ങളോട് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു വിശദമായ വാർത്താ സമ്മേളനം തന്നെ വിളിക്കാൻ കാരണം. അതോടൊപ്പം തന്നെ ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് ഈ മെയ് 7-ാം തീയതി ഉണ്ടായ പ്രത്യാക്രമണം, അതിനെക്കുറിച്ച് നേരത്തെ തന്നെ മാർക്കോ റുബിയോ, അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു, ഈ രീതിയിൽ ഭീകരകേന്ദ്രങ്ങൾ ഞങ്ങൾ അടിക്കാൻ പോവുകയാണെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു എന്ന പുതിയ വിവരം വന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഈ 9-ാം തീയതിയും 10-ാം തീയതിയും ഉണ്ടായ പ്രത്യാക്രമണത്തിലാണ് പാകിസ്ഥാൻ പിന്നോട്ട് പോയത്. അതിന് പിന്നാലെയാണ് ഒരു ചർച്ചയ്ക്ക് പോലും പാകിസ്ഥാൻ തയ്യാറായത് എന്നൊക്കെയുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വന്നല്ലോ. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ പറയുമെന്നാണോ കരുതേണ്ടത്? പ്രജിൻ, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ വിശദ വാർത്താ സമ്മേളനം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം 6:30 ഈ വാർത്താ സമ്മേളനം തുടങ്ങും. ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്, 3 സേനാ മേധാവികളും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്നിവർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. വിശദമായ വാർത്താ സമ്മേളനം വിശദമായി കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏറ്റവും സുപ്രധാനമായ വാർത്താ സമ്മേളനം, നേരത്തെ സൈനിക വക്താക്കളായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഓപ്പറേഷൻസിന് നേതൃത്വം നൽകിയവർ തന്നെ മാധ്യമപ്രവർത്തകരെ കാണാൻ പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും നിർണായകമായ, ഏറ്റവും വിശദമായ വാർത്താ സമ്മേളനത്തിനാണ് രാജ്യം ഇപ്പോൾ കാത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻസ് നടത്തിയത്, സൈനിക നീക്കങ്ങൾ എങ്ങനെയായിരുന്നു, ഈ വെടിനിർത്തലിലേക്ക് വഴിയൊരുക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമുള്ള പാക് പ്രകോപനം, ഇതിനെ എങ്ങനെയാണ് സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് തുടങ്ങിയവയിൽ വിശദമായ വിശദീകരണം ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസും അതോടൊപ്പം തന്നെ 3 സേനാ മേധാവികളും പങ്കെടുക്കുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, ഈ അതിർത്തിയിൽ സൈനിക നീക്കങ്ങൾക്കൊക്കെ അത് ആസൂത്രണം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകുന്നതുമൊക്കെ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറലാണ്. ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അതായത് ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലും പാകിസ്ഥാൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലും സംസാരിച്ചു. ഇതിൽ ആദ്യം ഇന്ത്യയിലേക്കാണ് ഫോൺ വന്നത്. അത് പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ഫോൺ എത്തിയത്. വെടിനിർത്തലിലേക്ക് പോകണം, സംഘർഷം അവസാനിപ്പിക്കണം എന്ന നിലയിലുള്ള അഭ്യർത്ഥന പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതിനോട് പിന്നീട് ഇന്ത്യ വിശദമായി ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമാണ് വെടിനിർത്തലിനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിനു മുമ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു. കനത്ത ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്, JD വാൻസിനോട് പറഞ്ഞിരുന്നത്. ഏതായാലും രാജ്യം കാത്തിരിക്കുന്ന, ലോകം കാത്തിരിക്കുന്ന ആ വാർത്താ സമ്മേളനത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്നത്.